ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അഗ്രികൾച്ചർ ഉദ്യോഗാർത്ഥികൾക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ്. പ്രത്യേകിച്ചും ഫോഡർ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു മേഖലയിലാണ്. അസിസ്റ്റന്റ് മാനേജറാണ് തസ്തിക. വിളിച്ചിരിക്കുന്നത് കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് ലിമിറ്റഡ് ആണ്. അതായത് പുല്ല് ഡെവലപ്മെന്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു മേഖലയിലാണ്. അപ്പോൾ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യേണ്ടി വരും. ഇവിടുത്തെ ഡെവലപ്മെന്റ് മാനേജർ എന്നാണ് തസ്തികയുടെ പേര്. ഈ ഒരു സ്ഥാപനത്തിന്റെ കേരളത്തിലെ വിവിധങ്ങളായിട്ടുള്ള സ്ഥാപനങ്ങളിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. മുഴുവൻ 5ഓളം വേക്കൻസികളാണുള്ളത്. നല്ല സാലറി ഉള്ള തസ്തികയാണ്. PSC അപേക്ഷിക്കുന്ന പോലെയല്ല, പണ്ട് നമ്മൾ അപേക്ഷിച്ചതുപോലെ ഓഫ്ലൈൻ ആയിട്ട് വെബ്സൈറ്റിൽ കയറി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അയച്ചു കൊടുക്കുന്ന രീതിയിലാണ് നിലവിൽ ഈ ഒരു ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷന്റെ വിശദ വിവരങ്ങളിലേക്ക് നമുക്ക് പോവാം. ആദ്യമായിട്ട് എവിടേക്കാണ് വിളിച്ചിരിക്കുന്നത്? കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ലിമിറ്റഡ് സ്ഥാപനത്തിലേക്കാണ് ഇത് വിളിച്ചിരിക്കുന്നത്. ഇതിന്റെ ഹെഡ് ഓഫീസ് എന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫീസ് ഗോകുലം പട്ടം തിരുവനന്തപുരം 4 എന്ന് പറയുന്ന അഡ്രസ്സിലാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ബോർഡിൽ നിങ്ങൾ അപേക്ഷ ഉൾപ്പെടെ അയക്കേണ്ടതും ഈ ഒരു അഡ്രസ്സിലാണ്. അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ അഡ്വർടൈസ്മെന്റ് നമ്പർ എന്ന് പറയുന്നത് PMB 3352/2024 എന്ന നമ്പറിലാണ് അഡ്വർടൈസ്മെന്റ് വന്നിരിക്കുന്നത്. ഇതിൽ വിളിച്ചിരിക്കുന്ന തസ്തികയുടെ പേരെന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് മാനേജർ ഫോഡർ ഡെവലപ്മെന്റ് എന്നാണ്. ഇതിലെ ടോട്ടൽ വേക്കൻസികൾ 5 എണ്ണമായിരുന്നു. ഇതിനകത്ത് ഉള്ള പേ സ്കെയിൽ എന്ന് പറഞ്ഞാൽ 42,500 രൂപ മുതൽ 87,000 രൂപ വരെ സാലറി കിട്ടുന്ന നല്ല സാലറി ഉള്ള ഒരു ജോബാണ്. ഇതിന് പ്രായപരിധി, അപേക്ഷിക്കാനുള്ള ഏറ്റവും ഉയർന്ന പ്രായപരിധി 36 വയസ്സുമാണ്. ഇനിയും ഇതിന് അപേക്ഷിക്കുവാനുള്ള യോഗ്യത എന്താണെന്നുള്ളതാണ്. ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ സയൻസ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നുള്ളതാണ്. അപ്പം ഈ ഒരു മേഖലയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അതായത് ഇവിടുത്തെ പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറഞ്ഞാൽ പുല്ല് ഡെവലപ്മെന്റുമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് സെലക്ഷൻ പ്രൊസീജിയറിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോഴാണ് നോക്കാൻ പോകുന്നത്. ഇന്ന് നിലവിൽ 5 വേക്കൻസികൾ മാത്രമാണുള്ളത്. ഇനിയും ഈ നിയമനത്തിന്റെ രീതി എന്ന് പറഞ്ഞാൽ പെർമനന്റ് ആയിരിക്കും. ഇതിന്റെ പ്രായപരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ 1/2/2025 നിങ്ങൾക്ക് 36 വയസ്സ് കവിഞ്ഞു പോകാൻ പാടില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രായപരിധി. ഇനിയും ഇതിന്റെ സാലറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ 42,500 രൂപ മുതൽ 87,000 വരെ ആണെങ്കിലും ഇതിൽ കൂടാതെ ഇതിനകത്ത് DAയും HRും അങ്ങനെയുള്ള എല്ലാ ബെനിഫിറ്റ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ലീവ് സിലിണ്ടർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൽ ലഭിക്കുന്നതാണ്. ഇനിയും ഇവിടെയുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ സെലക്റ്റഡ് ആയാൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇവിടെ 5 വർഷത്തിൽ കുറയാത്ത ഒരു ബോണ്ട് 5 ലക്ഷം രൂപയുടേത് അവർ പറയുന്നുണ്ട്. നിങ്ങൾ ജോലി കിട്ടിയാൽ 5 വർഷമെങ്കിലും ഇവിടെ തീർത്തും നിന്ന് ജോലി ചെയ്യാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന് വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഇനി ഇത് അപേക്ഷിക്കേണ്ടുന്ന ഡേറ്റാണ്. അവസാനത്തെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 31/3/2025 ആണ്. ഈ ഒരു ഡേറ്റിനകം നിങ്ങളുടെ അപേക്ഷ അവിടെ എത്തിയിരിക്കണം. ഞാൻ പറഞ്ഞില്ലേ, തിരുവനന്തപുരത്ത് എത്തിയിരിക്കണം ഈ അപേക്ഷ എന്നുള്ളതാണ് കണ്ടീഷൻ. അല്ലാതെ നിങ്ങൾ അപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഓൺലൈനായിട്ട് സാധാരണ അപേക്ഷിക്കുന്ന പോലെയല്ല. നമ്മൾ അപേക്ഷിച്ച ആപ്ലിക്കേഷൻ അവിടെ എത്തുന്ന ഡേറ്റ് ആണ് 31/3/2025 എന്ന് പറയുന്നത്. അപ്പം അതിന് മുമ്പ് അപേക്ഷിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന മുറയ്ക്ക് തന്നെ നിങ്ങൾ യോഗ്യതയുള്ളവരൊക്കെ അപേക്ഷിച്ചുകൊള്ളുക. ഇനിയും ഏജ് മുമ്പേ പറഞ്ഞതിന്റെ ക്രൈറ്റീരിയയിൽ റിലാക്സേഷൻ OBCക്കും SC/STക്കും ഉണ്ട്. OBCക്ക് 3 വയസ്സ് കൂടി ഇളവ് കിട്ടുന്നതായിരിക്കും. ഇനിയും SCയിലേക്ക് പോകുമ്പോൾ 5 വയസ്സ് വരെ ഇളവ് ലഭിക്കുന്നതുമായിരിക്കും. ഇനിയും നിങ്ങൾക്ക് എങ്ങനെ അപേക്ഷിക്കണം എന്നൊരു സംശയം ഉണ്ടാകും. നിങ്ങൾ അപേക്ഷിക്കാൻ ഈ ഒരു സൈറ്റിൽ കയറുക. അതായത് www.livestock.kerala.gov.in എന്ന് പറയുന്ന സൈറ്റിൽ കയറിയിട്ട് KLD ബോർഡിന്റെ സൈറ്റിൽ ഓൾറെഡി അപേക്ഷിക്കുവാനുള്ള ഇതിന്റെ ഒരു അപേക്ഷാ ഫോം ഉണ്ടാവും. ആ ഫോം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ആ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ഫോമിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനിയും അപേക്ഷിക്കുന്നതിനൊപ്പം നിങ്ങൾ ഫീ പേയ്മെന്റ് കൂടി ചെയ്യണം. SC/ST ഒഴികെയുള്ള വിഭാഗങ്ങളൊക്കെ നിങ്ങൾ ഫീ പേയ്മെന്റ് കൂടി ചെയ്യണം. അതിന് ഈ സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ട് പേയ്മെന്റ് ചെയ്തിട്ട് അതിന്റെ ഡീറ്റെയിൽ അതിൽ വെച്ച് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇതില്ലാത്ത പക്ഷം നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് മാർത്തക്ക രീതിയിലുള്ള ഒരു DDO അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഡയറക്റ്റ് പേയ്മെന്റോ ചെയ്യാവുന്നതാണ്. അതിന്റെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കൊടുത്തിരിക്കുന്ന അക്കൗണ്ടിലും ഡീറ്റെയിൽസിലുമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിൽ കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് പേയബിൾ അറ്റ് തിരുവനന്തപുരം ഓർ പെയ്ഡ് ഇൻ ദ ബാങ്ക് അക്കൗണ്ട് നമ്പർ 570092885009 ഓഫ് KLD ബോർഡ് വിത്ത് ദ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, LIC ജംഗ്ഷൻ പട്ടം ബ്രാഞ്ച്, IFSC SBIN 0070212 എന്ന
ബാങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഈ അക്കൗണ്ട് നമ്പറിൽ കറക്റ്റ് ഈ എമൗണ്ട് അടയ്ക്കാവുന്നതാണ്. അടയ്ക്കേണ്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1770 GST ഉൾപ്പെടെയുള്ള എമൗണ്ട്. ഈ ഒരു എമൗണ്ട് നിങ്ങൾ എടുക്കേണ്ടി വരും. ഇനി DD ആണ് എടുക്കുന്നതെങ്കിൽ ഇതും DDയുടെ ചാർജും കൂടി ചേർത്ത് കൊടുത്തൊരു എമൗണ്ട് എടുക്കേണ്ടതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഈ QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് പേ ചെയ്ത് അതിന്റെ ഡീറ്റെയിൽസ് കയ്യിൽ കരുതാവുന്നതാണ്. ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഓഫ്ലൈനായിട്ട് അപേക്ഷിക്കുന്നതോടുകൂടി തന്നെ നിങ്ങൾ ഏത് രീതിയിൽ പേയ്മെന്റ് ചെയ്താലും അതിന്റെ റെക്കോർഡ് കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ചു വെക്കേണ്ടതും അവരെ റീസബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുവാണെങ്കിൽ കൊടുക്കാൻ വേണ്ടി ബാക്കപ്പ് ആയിട്ട് സൂക്ഷിക്കേണ്ടതുമാണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനിയും ആപ്ലിക്കേഷൻ നിങ്ങൾ അയക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാനേജിംഗ് ഡയറക്ടർ, കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് ലിമിറ്റഡ്, ഗോകുലം, പട്ടം, തിരുവനന്തപുരം, കേരള 695004. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു കോൺടാക്ട് നമ്പറിൽ, ഈ ഒരു നമ്പറിൽ നിങ്ങൾ അയക്കേണ്ടതാണ് ഈ അഡ്രസ്സ്. ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ആപ്ലിക്കേഷൻ അവിടെ എത്തേണ്ടതെന്ന് പറഞ്ഞാൽ 31/3/2025 മുമ്പായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ അവിടെ എത്തേണ്ടത് കൂടിയാണ് എന്ന് എടുത്തു പറയുന്നു. ഓൺലൈൻ മോഡിലുള്ള അപേക്ഷ നിലവിൽ ഈ ഒരു പോസ്റ്റിൽ ഇല്ല എന്നുള്ളതാണ്. ഇനി ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ നോട്ടിഫിക്കേഷൻ വായിക്കുമ്പോൾ അതിനകത്ത് മനസ്സിലാവുന്നത്, വരുന്ന അപേക്ഷകളെ അവർ കൺസിഡർ ചെയ്തിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ശേഷം അവർ തീരുമാനിക്കും റിട്ടേൺ എക്സാമിനേഷൻ വേണോ ഇന്റർവ്യൂ വേണോ എന്ന്. ആ ഒരു ഷോർട്ട് ലിസ്റ്റിന് ശേഷം ഇന്റർവ്യൂ ആണെങ്കിൽ ഇന്റർവ്യൂ, അല്ലെങ്കിൽ എക്സാം, ഇതിലേതെങ്കിലും ചിലപ്പോൾ ഈ രണ്ട് മോഡും കൂടിയോ നടത്തിയ ശേഷം അവർ റിക്രൂട്ട്മെന്റ് ഏത് രീതിയിൽ വേണമെന്ന് തീരുമാനിച്ചിട്ടായിരിക്കും കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതയുണ്ട്, അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപേക്ഷിക്കാവുന്നതാണ്. അപ്പം അഗ്രികൾച്ചർ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്ന നല്ലൊരു പോസ്റ്റാണ് എന്നുള്ളത് എടുത്തു പറയുകയാണ്. അപ്പം അപേക്ഷിക്കാൻ പറ്റുന്നവരും അപേക്ഷിക്കാൻ യോഗ്യതയുണ്ടെങ്കിലും നിങ്ങൾ അപേക്ഷിക്കാൻ തയ്യാറെടുക്കുക, അപേക്ഷിക്കുക. മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, അഗ്രികൾച്ചർ ഓഫീസറിന്റെ എക്സാമിന്റെ സ്ലോട്ട് നമുക്കറിയാം ഈ ജൂലൈ സെപ്റ്റംബർ മാസത്തിലാണ്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ ഉടൻ തുടങ്ങേണ്ടതാണ്. അപ്പം നന്നായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഏണസ്റ്റ് അക്കാഡമിയിൽ കോഴ്സുകൾ ലഭ്യമാണ്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ കോഴ്സ് എടുത്ത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനത്തിലൂടെ അഗ്രികൾച്ചർ ഓഫീസർ എന്ന് പറയുന്ന ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള തസ്തികയിലേക്ക് എത്താൻ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ച് നിങ്ങൾ വിജയം നേടിയെടുക്കുക. ഏണസ്റ്റ് അക്കാഡമി നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.